ഗോഡ് ഹെയ്റ്റ്സ് ഫാൾസ് വർഷിപ്പേഴ്സ്. ദൈവം വ്യാജ ആരാധനകൾ വെറുക്കുന്നു. എന്താണ് ആരാധന? ദൈവവും മനുഷ്യനുമായുള്ള ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുഭവമാണ് ആരാധന. ഈ ആരാധനയിൽ വ്യാജമുണ്ടാകുമ്പോൾ ദൈവം ആരാധനയെ വെറുക്കുന്നു, വ്യാജ ആരാധനയെ വെറുക്കുന്നു. എങ്ങനെ നമുക്ക് വ്യാജ ആരാധനയെ തിരിച്ചറിയാം? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ വ്യാജ ആരാധന വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 10-ാം വാക്യം, ഭിന്നത എന്നുള്ള ഭാവമാണ് വ്യാജ ആരാധനയുടെ മുഖമുദ്ര. ഏക അഭിപ്രായവും ഏക മനസ്സും ഇല്ലാത്ത ആരാധന വ്യാജ ആരാധനയാണ്. അവിടെ പക്ഷങ്ങൾക്കാണ് പ്രാധാന്യം. ആ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. പക്ഷം പക്ഷിയിൽ നിന്നാണ്. ആ പക്ഷം എന്ന് പറയുന്ന പദം ഉത്ഭവിക്കുന്നത് പക്ഷിയിൽ നിന്നാണ്. 2 ചിറക്, അതുകൊണ്ടാണ് പക്ഷി എന്നൊരു പേരുണ്ടാകുന്നത്. പക്ഷമുള്ളത് പക്ഷി. പക്ഷാഘാതം, ഒരു ചിറകിന് സ്തംഭനം സംഭവിച്ചാൽ പക്ഷിക്ക് പറക്കാൻ കഴിയത്തില്ല. പക്ഷം. വ്യക്തിക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഞാൻ പ്രാധാന്യം നൽകിക്കൊണ്ട് ആരാധനയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വ്യാജ ആരാധനയുടെ ഭാഗമാണ്. വ്യക്തിക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഞാൻ പ്രാധാന്യം നൽകിക്കൊണ്ട്, ക്രൂശിന്റെ വചനത്തെക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വ്യാജ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്നവനാണ്. ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, ആരാധന എന്നത് ക്രൂശിന്റെ സുവിശേഷമാണ്. അതിലേക്കാണ് ഫോക്കസ്, അല്ലാതെ വ്യക്തിയിലേക്കോ പ്രസ്ഥാനങ്ങളിലേക്കോ അല്ല. ലൂയി 14 എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ലൂയി 14 രാജാവ് ഒരിക്കൽ ദൈവാലയത്തിൽ പോയി. ആരാധന തുടങ്ങി ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് ഈ രാജാവ് ദൈവാലയത്തിൽ പോകുന്നത്. ആരാധനയുടെ മധ്യത്തിൽ രാജാവിന്റെ വരവ് ജനങ്ങളെല്ലാം ആരാധനയുടെ ആ ഫോക്കസിൽ നിന്ന് മാറ്റിയെന്ന് പറയാം. എന്നാലും ആരാധന തുടർന്നു. ശുശ്രൂഷകന്റെ മുഖത്തും ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ആരാധനയ്ക്ക് മുടക്കം വന്നില്ല. ശുശ്രൂഷകൻ അൽത്താരയിൽ നിന്ന് ആരാധന നടത്തിക്കൊണ്ടേയിരുന്നു. ഏറ്റവും പുറകു ഭാഗത്ത് ഈ ലൂയി 14 എന്ന രാജാവ് ഇരുന്നു. ആരാധനയുടെ പ്രധാന ഭാഗമാണ് പ്രസംഗം. അൽത്താരയിൽ നിന്ന് ശുശ്രൂഷകൻ പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിന്റെ ആമുഖം മുഴുവനും ലൂയി 14 രാജാവിനെ കുറിച്ചുള്ള വർണ്ണനകളായിരുന്നു. ആ പ്രസംഗത്തിന്റെ ഒട്ടുമിക്ക പോയിന്റുകളിലും ലൂയി 14 ചെയ്ത പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു. ആ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ രാജാവിനെ ഒന്ന് നന്ദി പറഞ്ഞ് അഭിനന്ദിച്ചായിരുന്നു അതിന്റെ കൺക്ലൂഷൻ. ആരാധന കഴിഞ്ഞ് രാജാവിന്റെ വാസസ്ഥലത്തേക്ക് പോയി, കൊട്ടാരത്തിലേക്ക് പോയി. കുറെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സമ്മാന പൊതി രാജാവ് സഭയിലെ പുരോഹിതന് കൊടുത്തയച്ചു. പുരോഹിതൻ അത് വാങ്ങിച്ചു തുറന്നു നോക്കുമ്പോൾ ഒരു കുരിശാണ്. ആ കുരിശിൽ ഒരു ചെറിയ എഴുത്തും എഴുതിയിട്ടുണ്ട്. ആ എഴുത്ത് ഇങ്ങനെയാണ്: പുരോഹിതൻ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗപീഠത്തിന് നേരെ ഈ കുരിശ് പതിപ്പിക്കണം. അത് എന്തിനാണെന്ന് പുരോഹിതന് മനസ്സിലായില്ല. തൊട്ടടുത്ത ആഴ്ച ഈ പുരോഹിതൻ രാജാവിന്റെ വാക്ക് അതേപടി അനുസരിച്ചു. അൽത്താരയുടെ നേരെ പുറകിൽ പ്രസംഗ പീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ കുരിശ് പതിപ്പിച്ചു. പ്രസംഗപീഠത്തിന് എഴുന്നേറ്റ് നിന്ന ആ പുരോഹിതന്റെ മുഖം നേരെ പതിച്ചത് ആ ക്രൂശിലാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. രാജാവ് ഉദ്ദേശിച്ചത് പ്രസംഗിക്കുമ്പോൾ
പുരോഹിതൻ നോക്കേണ്ടത് ക്രൂശിലേക്കാണ്. ലൂയി 14 എന്ന രാജാവിൻ്റെ സാന്നിധ്യം അന്നത്തെ പ്രസംഗം മുഴുവനും രാജാവിനെ പൊക്കാനും രാജാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കാനും അങ്ങനെ ചെയ്തപ്പോൾ മറന്നുപോയ ഒന്നുണ്ട്, കുരിശിൻ്റെ വചനം, ക്രൂശിലെ സുവിശേഷം. ഈ ഒരു ബോധ്യമായിരുന്നു ലൂയി 14 ആ പുരോഹിതന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യനും ദൈവവും പ്രകൃതിയും ഇങ്ങനെ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒരുമിച്ച് വസിക്കുമ്പോൾ എവിടെയെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഫോക്കസ് മാറിപ്പോകുന്നെങ്കിൽ, പക്ഷം പിടിക്കുന്നെങ്കിൽ, വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ ഞാൻ പ്രാധാന്യം നൽകുന്നെങ്കിൽ, ദൈവം വ്യാജ ആരാധനകളെ വെറുക്കുന്നു. അപ്പൊ എന്താണ് വ്യാജ ആരാധന എന്ന് ചോദിച്ചാൽ, ക്രൂശിന്റെ സന്ദേശത്തെക്കാൾ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ പ്രാധാന്യം നൽകിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ വ്യാജ ആരാധനയുടെ ഭാഗമാണ്. കർത്താവിനോട് ക്ഷമ ചോദിക്കുക. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യം മുറുകെ പിടിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ആരാധന അനുഭവങ്ങൾ നമ്മെ മാറ്റുന്നെങ്കിൽ പ്രാർത്ഥനയോടെ ക്ഷമ ചോദിക്കുക. പുതിയ അനുഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.